ഓം ശാന്തി 10-2-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ബാബയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അദ്വൈത മതത്തിലൂടെ നടന്ന് കലിയുഗി മനുഷ്യരെ സത്യുഗി ദേവത്തെ ആക്കുവാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം. ചോദ്യം: എല്ലാ മനുഷ്യരും ദുഃഖിതരായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ മുഖ്യ കാരണം എന്താണ്? ഉത്തരം: രാവണൻ എല്ലാവർക്കും ശാപം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ദുഃഖിതരായി മാറിയിരിക്കുന്നത്. ബാബ സമ്പത്ത് നൽകി, രാവണൻ ശാപം നൽകി. ഇതുപോലും ലോകത്തിന് അറിയുകയില്ല. ബാബ സമ്പത്ത് നൽകിയപ്പോഴാണ് ഭാരതവാസികൾ ഇത്രയും സുഖിയായ സ്വർഗത്തിന്റെ അധികാരിയായി മാറിയത്, പൂജ്യരായത്. ശപിക്കപ്പെടുന്നതിലൂടെ പൂജാരിയായി മാറുന്നു. ഓം ശാന്തി. കുട്ടികൾ ഇവിടെ മധുബനിൽ ബാബ് ദാദയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഹാളിൽ വരുമ്പോൾ ആദ്യം സഹോദരീ സഹോദരന്മാർ ഇരിക്കുന്നത് കാണുന്നു. പിന്നീട് ബാബ്ദാദ വരുന്നത് കാണുമ്പോൾ ബാബയുടെ ഓർമ്മ വരുന്നു. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാണ്, ബ്രാഹ്മണനും ബ്രാഹ്മണിയും. ആ ബ്രാഹ്മണർക്കാണെങ്കിൽ ബ്രഹ്മബാബയെ അറിയുക പോലുമില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോൾ തീർച്ചയായും ബ്രഹ്മ വിഷ്ണു ശങ്കരനും വേണം. പറയാറുമുണ്ട്, ത്രിമൂർത്തി ശിവ ഭഗവാനു വാച. ഇപ്പോൾ 3 പേരിലൂടെയും സംസാരിക്കുകയില്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് തീർച്ചയായും സമ്പത്ത് ലഭിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഭക്തരും ഭഗവാനിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവൻ മുക്തി. ഇപ്പോൾ ജീവൻ ബന്ധനമാണ്. എല്ലാവരും ബാബയെ ഓർമ്മിക്കുകയാണ്, വന്ന് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കൂ. ഇപ്പോൾ ബാബ വന്നു കഴിഞ്ഞുവെന്ന് നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് അറിയുന്നത്. കൽപ്പകൽപ്പം ബാബ വരുന്നു. വിളിക്കാറുമുണ്ട്, നീ തന്നെയാണ് മാതാവും പിതാവും. പക്ഷെ ഇതിന്റെ അർത്ഥമൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. നിരാകാരനായ ബാബയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, പാടുന്നുണ്ട്, പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. പിന്നീട് കൽപ്പത്തിന് ശേഷം ലഭിക്കും. ബാബ പകുതി കൽപ്പത്തേക്ക് വന്ന് സമ്പത്ത് നൽകുന്നു. പിന്നീട് രാവണൻ വന്ന് ശാപം നൽകുന്നുവെന്നും കുട്ടികൾക്കറിയാം. നമ്മളെല്ലാവരും ശപിക്കപ്പെട്ടവരാണെന്നതും ലോകത്തിലുള്ളവർ അറിയുന്നില്ല. രാവണന്റെ ശാപം നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ദുഃഖിതരാണ്. ഭാരതവാസികൾ സുഖികളായിരുന്നു. ഇന്നലെ ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ദേവതകളുടെ മുന്നിൽ തലകുനിക്കുന്നു, പൂജ ചെയ്യുന്നു. പക്ഷേ സത്യുഗം എപ്പോഴായിരുന്നു എന്നത് ആർക്കും അറിയില്ല. ഇപ്പോൾ നോക്കൂ, ലക്ഷക്കണക്കിന് വർഷത്തിന്റെ ആയുസ് കേവലം സത്യുഗത്തിന് മാത്രം കാണിച്ചിരിക്കുന്നു. പിന്നെ ത്രേതായുഗത്തിൽ, ദ്വാപര കലിയുഗത്തിൽ ആ കണക്കനുസരിച്ച് എത്രയധികം മനുഷ്യരുണ്ടാകും? കേവലം സത്യുഗത്തിൽ തന്നെ ഒരുപാട് മനുഷ്യരുണ്ടാകും. ഒരു മനുഷ്യന്റെ പോലും ബുദ്ധിയിലും ഇരിക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു, നോക്കൂ, 33 കോടി ദേവതകളുണ്ടാകുമെന്ന് പാടുന്നുമുണ്ട്. അതൊരിക്കലും ലക്ഷക്കണക്കിന് വർഷം മുമ്പുണ്ടാകുക സാധ്യമല്ല. അതിനാൽ ഇതും മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ബാബ നമ്മെ സ്വച്ഛ ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നുവെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. രാവണൻ മ്ലേച്ഛ ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നു. മുഖ്യമായ കാര്യം ഇതാണ്, സത്യുഗത്തിൽ പവിത്രമാണ്, ഇവിടെ അപവിത്രമാണ്.
ഇതും ആർക്കും അറിയുകയില്ല. രാമരാജ്യം എപ്പോൾ മുതൽ എവിടെ വരെയാണ്? രാവണരാജ്യം എപ്പോൾ മുതൽ എവിടെ വരെ ഉണ്ടാകുന്നു? മനസ്സിലാക്കുന്നു, ഇവിടെ തന്നെയാണ് രാമരാജ്യവും രാവണരാജ്യവും. അനേക മതാന്തരങ്ങളാണല്ലോ. എത്ര മനുഷ്യരുണ്ടോ അത്രയും അഭിപ്രായങ്ങളും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ഒരു അദ്വൈത മതം ലഭിച്ചിരിക്കുന്നു. അത് ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങളിപ്പോൾ ബ്രഹ്മാവിലൂടെ ദേവതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ദേവതകളുടെ മഹിമ പാടുന്നുമുണ്ട്. സർവഗുണ സമ്പന്നൻ, 16 കലാ സമ്പൂർണൻ. എങ്കിലും അവരും മനുഷ്യരാണ്. എന്താ മനുഷ്യരുടെ മഹിമ പാടുമോ? തീർച്ചയായും വ്യത്യാസമുണ്ടാകുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിനുള്ള കർത്തവ്യം പഠിക്കുന്നു. കലിയുഗി മനുഷ്യരെ നിങ്ങൾ സത്യയുഗി ദേവതയാക്കുന്നു, അല്ലെങ്കിൽ ശാന്തിധാമത്തിന്റെയും ബ്രഹ്മാണ്ടത്തിന്റെയും വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുന്നു. ഇതാണെങ്കിൽ ശാന്തിധാമമല്ലല്ലോ. ഇവിടെയാണെങ്കിൽ തീർച്ചയായും കർമ്മം ചെയ്യേണ്ടതുണ്ട്. അത് സ്വീറ്റ് സൈലൻസ് ഹോമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ആത്മാക്കൾ സ്വീറ്റ് ഹോമിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ അധികാരികളാണ്. അവിടെ സുഖദുഃഖത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. പിന്നീട് സത്യുഗത്തിൽ വിശ്വത്തിന്റെ അധികാരി ആകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ യോഗ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം കൃത്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ യോഗബലം ഉള്ളവരാണ്. അവർ ബാഹുബലമുള്ളവരാണ്. നിങ്ങളും യുദ്ധമൈതാനത്തിലാണ്. പക്ഷെ നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. അവർ ഹിംസകരാണ്. ഹിംസയെന്ന് കാമത്തെയാണ് പറയുന്നത്. സന്യാസിമാരും ഇത് ഹിംസയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പവിത്രമായി മാറുന്നു. പക്ഷെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ബാബയോട് പ്രീതിയില്ല. പ്രിയതമൻ പ്രിയതമയുടെ പ്രീതിയുണ്ടല്ലോ. ആ പ്രിയതമനും പ്രിയതമയുമാണെങ്കിൽ ഒരു ജന്മത്തേക്കാണ് പാടപ്പെടുന്നത്. നിങ്ങളെല്ലാവരും പ്രിയതമനായ എന്റെ പ്രിയതമകളാണ്. ഭക്തിമാർഗത്തിൽ ഒരേയൊരു പ്രിയതമനായ എന്നെ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ അന്തിമ ജന്മം കേവലം പവിത്രമായി മാറുകയും യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുകയുമാണെങ്കിൽ പിന്നീട് ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മുക്തമാകും. സത്യുഗത്തിൽ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരിക്കില്ല. ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇത് നരകമാണ്. ഇതിനെ സ്വർഗമെന്ന് പറയുകയില്ലല്ലോ. വലിയ ധനവാനായിരിക്കുന്നവർ ഇത് തന്നെയാണ് തങ്ങളുടെ സ്വർഗമെന്ന് ചിന്തിക്കുന്നു. വിമാനം മുതലായ എല്ലാ വൈഭവങ്ങളുമുണ്ട്. എത്ര അന്ധവിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പാടുന്നുമുണ്ട്, നീ തന്നെയാണ് മാതാവും പിതാവും. പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ധാരാളം സുഖം ലഭിച്ചത് ആരിൽ നിന്നാണ്? ഇതാരും അറിയുന്നില്ല. പറയുന്നത് ആത്മാവാണല്ലോ. നമുക്ക് ധാരാളം സുഖം ലഭിക്കുന്നുവെന്ന് നിങ്ങൾ ആത്മാക്കൾ മനസ്സിലാക്കുന്നു. അതിന്റെ പേര് തന്നെ സ്വർഗം, സുഖധാമം എന്നാണ്. സ്വർഗം എല്ലാവർക്കും വളരെ മധുരമായും അനുഭവപ്പെടുന്നു. സ്വർഗത്തിൽ വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും എത്ര കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളിപ്പോൾ അറിയുന്നു. ഭക്തിമാർഗത്തിലും അളവറ്റ ധനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ചിത്രവും ലക്ഷങ്ങൾ വിലയുള്ളതായിരുന്നു. അതെല്ലാം എവിടെ പോയി? എത്രയാണ് മോഷ്ടിച്ചുകൊണ്ടു പോയത്? ഇത്രയും അളവറ്റ ധനമുണ്ടായിരുന്നു.
ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ബാബയിലൂടെ വീണ്ടും സ്വർഗത്തിന്റെ അധികാരി ആവുകയാണ്. നമ്മുടെ കൊട്ടാരം സ്വർണത്തിന്റേതായിരിക്കും. വാതിലുകളിൽ പോലും വജ്രം പതിച്ചിട്ടുണ്ടായിരിക്കും. ജൈനന്മാരുടെ ക്ഷേത്രങ്ങൾ പോലും അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. മുൻപുണ്ടായിരുന്ന വജ്രം മുതലായവയൊന്നും തന്നെ ഇപ്പോഴില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും സ്വർഗത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവബാബ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. ഭാരതത്തിനും ശിവഭഗവാനിൽ നിന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ക്രിസ്ത്യൻസും പറയുന്നു, ക്രിസ്തുവിന് 3000 വർഷം മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? ഇതാർക്കും അറിയുകയില്ല. ബാക്കി ഈ ഭാരതം വളരെ പഴയതാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വർഗമായിരുന്നത് ഇതുതന്നെയല്ലേ? ബാബയെ ഹെവൻലി ഗോഡ് ഫാദർ അഥവാ സ്വർഗം സ്ഥാപിക്കുന്ന അച്ഛൻ എന്ന് പറയുകയും ചെയ്യുന്നു. തീർച്ചയായും അച്ഛൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറും. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നു. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം രാവണ രാജ്യം ആരംഭിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിൽ ചിത്രങ്ങളിൽ വ്യക്തമായി കാണിക്കൂ. ലക്ഷ്മി നാരായണൻ ഒന്നു മാത്രമല്ല, ഇവരുടെ രാജവംശവും ഉണ്ടാകുമല്ലോ. പിന്നീട് അവരുടെ കുട്ടികൾ രാജാവായി മാറും. അനേകം രാജാക്കന്മാർ ഉണ്ടാകുമല്ലോ. മുഴുവൻ മാലയും ഉണ്ടാക്കപ്പെട്ടതാണ്. മാലയെയും സ്മരിക്കുന്നുണ്ടല്ലോ. ആരാണോ ബാബയുടെ സഹായിയായി മാറി സർവീസ് ചെയ്യുന്നത്, അവരുടെ മാലയാണ് ഉണ്ടാക്കുന്നത്. ആരാണോ മുഴുവൻ ചക്രത്തിലും വന്ന് പൂജ്യനും പൂജാരിയുമാകുന്നത്, അവരുടെ ഓർമ്മചിഹ്നമാണിത്. നിങ്ങൾ പൂജ്യനിൽ നിന്ന് പൂജാരിയായി മാറുമ്പോൾ പിന്നീട് നിങ്ങളുടെ മാലയെ ഇരുന്ന് പൂജിക്കുന്നു. ആദ്യം മാലയിൽ കൈവച്ച് പിന്നെ ശിരസ് നമിക്കും. പിന്നീട് മാല കറക്കാൻ തുടങ്ങുന്നു. നിങ്ങളും മുഴുവൻ ചക്രവും കറങ്ങുന്നു. അതിനുശേഷം ശിവബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നു. ഈ രഹസ്യം നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. മനുഷ്യരാണെങ്കിൽ പലരും പലരുടെയും പേരിൽ മാല കറക്കുന്നു. ഒന്നും തന്നെ അറിയുകയുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മാലയുടെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. വേറെ ആർക്കും ഈ ജ്ഞാനമില്ല. ഇതാരുടെ മാലയാണ് കറക്കുന്നതെന്ന് ക്രിസ്ത്യൻസ് മനസ്സിലാക്കുന്നില്ല. ആരാണോ ബാബയുടെ സഹായിയായി മാറി സർവീസ് ചെയ്യുന്നത്, അവരുടേതാണ് ഈ മാല. ഈ സമയം എല്ലാവരും പതീതമാണ്. ആരാണോ പാവനമായിരുന്നത്, അവർ എല്ലാവരും ഇവിടെ വന്ന് ഇപ്പോൾ പതീതമായി മാറിയിരിക്കുന്നു. പിന്നീട് നമ്പർ ക്രമമായി എല്ലാവരും പോകും. നമ്പർ ക്രമമായി വരുന്നു, നമ്പർ ക്രമമായി പോകുന്നു. നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വൃക്ഷമാണ്. ശാഖകളും ഉപശാഖകളും മഠങ്ങളും ആശ്രമങ്ങളുമാണ്. ഇപ്പോൾ ഈ മുഴുവൻ വൃക്ഷവും നശിക്കാനുള്ളതാണ്. പിന്നീട് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ഥാപിക്കും. നിങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ ഫൗണ്ടേഷൻ. അതിൽ സൂര്യവംശിയും ചന്ദ്രവംശിയും രണ്ടുമുണ്ട്. സത്യത്രേതായുഗത്തിൽ ആരാണോ രാജ്യം ഭരിച്ചിരുന്നത്, അവരുടെ ധർമ്മം ഇപ്പോഴില്ല. കേവലം ചിത്രമുണ്ട്. ആരുടെ ചിത്രമാണോ ഉള്ളത്, അവരുടെ ജീവചരിത്രം അറിയണമല്ലോ. പറയുന്നു, ഈ വസ്തു 1,00,000 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ വാസ്തവത്തിൽ പഴയതിലും പഴയത് ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. അതിനും മുൻപ് യാതൊരു വസ്തുവും ഉണ്ടാവുക സാധ്യമല്ല. ബാക്കി എല്ലാം 2500 വർഷം പഴക്കമുള്ള വസ്തുക്കളായിരിക്കും.
താഴെ നിന്ന് കുഴിച്ചെടുക്കുകയാണല്ലോ. ഭക്തിമാർഗത്തിൽ പൂജ ചെയ്യുന്ന ആ പഴയ ചിത്രം മണ്ണിൽ നിന്ന് പുറത്തെടുത്തതാണ്. കാരണം ഭൂമികുലുക്കത്തിൽ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തകർന്നു പോയിരുന്നു. പിന്നീട് പുതിയത് ഉണ്ടാക്കുന്നു. വജ്രങ്ങളുടെയും സ്വർണത്തിന്റെയും ഖനികളും ഇപ്പോൾ കാലിയായി കഴിഞ്ഞു. അത് വീണ്ടും അവിടെ നിറയും. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടല്ലോ. ബാബ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കി തരുന്നു. സത്യുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് വൃദ്ധി ഉണ്ടാകുന്നു. എല്ലാ ആത്മാക്കളും പരംധാമത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വന്ന് വന്ന് വൃക്ഷം വലുതാകുന്നു. പിന്നീട് എപ്പോഴാണോ വൃക്ഷം ജീർണിച്ച അവസ്ഥ പ്രാപിക്കുന്നത്, അപ്പോൾ രാമനും പോയി രാവണനും പോയി എന്ന് പറയുന്നു. അവരുടേത് വലിയ പരിവാരമാണ്. അനേക ധർമ്മമുണ്ടല്ലോ. നമ്മുടെ പരിവാരം എത്ര ചെറുതാണ്. ഇത് കേവലം ബ്രാഹ്മണരുടെ മാത്രം പരിവാരമാണ്. എത്രയധികം ധർമ്മങ്ങളാണ്. ജനസംഖ്യ മാറുമല്ലോ. അതെല്ലാം രാവണ സമ്പ്രദായമാണ്. ബാക്കി കുറച്ച് അവശേഷിക്കും. രാവണ സമ്പ്രദായം പിന്നീട് സ്വർഗത്തിൽ വരില്ല. എല്ലാവരും മുക്തിധാമത്തിലായിരിക്കും. ബാക്കി നിങ്ങൾ ആരാണോ പഠിക്കുന്നത്, അവർ നമ്പർ ക്രമമായി സ്വർഗത്തിൽ വരും. ആ നിരാകാരി വൃക്ഷം എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. പഠിപ്പിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പരീക്ഷയിൽ തോറ്റുപോകും. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷവും ഉണ്ടാകും. അഥവാ വികാരത്തിൽ വീണാൽ പിന്നെ ബാക്കി ഇതെല്ലാം മറന്നുപോകും. ആത്മാവ് എപ്പോഴാണോ പവിത്ര സ്വർണമാകുന്നത്, അപ്പോൾ അതിൽ നല്ല രീതിയിൽ ധാരണ ഉണ്ടാകും. സ്വർണപാത്രമുണ്ടാക്കുന്നത് പവിത്രമായ സ്വർണത്തിലാണ്. അഥവാ ആരെങ്കിലും പതീതമാവുകയാണെങ്കിൽ ജ്ഞാനം കേൾപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ് ഗോഡ് ഫാദർ ശിവബാബ. നമ്മൾ ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. നമ്മൾ ആത്മാക്കൾ ഈ അവയവങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്ന ആൾ ബാബയാണ്. ഇങ്ങനെ ഒരു പാഠശാല മുഴുവൻ ലോകത്തിലും എവിടെയാണുണ്ടാവുക? ബാബ ഗോഡ് ഫാദറാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. എല്ലാവരും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. സന്മുഖത്തിരുന്ന് മുരളി കേൾക്കുന്നതിൽ എത്ര വ്യത്യാസമാണ്. ഈ ടേപ്പ് റെക്കോർഡർ വന്നതോടെ എല്ലാവരുടെ അടുത്തും ഒരേ ദിവസം എത്തിച്ചേരും. കുട്ടികളുടെ സുഖത്തിനു വേണ്ടിയാണ് ബാബ ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കിക്കുന്നത്. അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത് കറുത്ത ചക്രവർത്തിയാണല്ലോ. ആദ്യം വെളുത്തതായിരുന്നു, ഇപ്പോൾ കറുത്തതായി മാറിയിരിക്കുന്നു. അതിനാലാണ് ശ്യാമസുന്ദരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സുന്ദരനായിരുന്നു, ഇപ്പോൾ ശ്യാമനായിരിക്കുന്നു. വീണ്ടും സുന്ദരമാകും. എന്തുകൊണ്ടാണ് കേവലം ഒരാൾ മാത്രമായത്? ഒരാളെ മാത്രം സർപ്പം കടിക്കുമോ? മായയാണല്ലോ സർപ്പമെന്ന് പറയുന്നത്. വികാരത്തിൽ പോകുന്നതുകൊണ്ട് കറുത്തതായി മാറുന്നു. വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും ഈ അന്തിമ ജന്മം എനിക്ക് വേണ്ടി പവിത്രമാകൂ. കുട്ടികളോട് ഈ ഭിക്ഷ യാചിക്കുകയാണ്. താമരപ്പൂവിന് സമാനം പവിത്രമാകൂ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ അന്തിമ ജന്മത്തിലും പവിത്രമാകും. ഓർമ്മയിലിരിക്കുന്നതുകൊണ്ട് മുൻ ജന്മങ്ങളുടെ വികർമ്മവും വിനാശമാകും. ഇത് യോഗാഗ്നിയാണ്. ഇതിലൂടെ ജന്മജന്മാന്തരത്തിലെ പാപം
ഭസ്മമാകുന്നു. സതോ പ്രധാനത്തിൽ നിന്നും സതോ, രജോ, തമോയിൽ വരുന്നതുകൊണ്ട് കല കുറഞ്ഞു പോകുന്നു, അഴുക്ക് പിടിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാക്കി വെള്ളത്തിന്റെ നദികളിലെല്ലാം സ്നാനം ചെയ്യുന്നതുകൊണ്ട് പാവനമാകുന്നില്ല. വെള്ളവും തത്വമാണല്ലോ. 5 തത്വമെന്ന് പറയപ്പെടുന്നു. ഈ നദികൾക്ക് എങ്ങനെ പതിത പാവനിയാകാൻ സാധിക്കും? നദികളെല്ലാം സാഗരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആദ്യം സാഗരം പതിത പാവനമായിരിക്കണമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിജയമാലയിൽ വരുന്നതിനു വേണ്ടി ബാബയുടെ സഹായിയായി മാറി സർവീസ് ചെയ്യണം. ഒരു പ്രിയതമനുമായി സത്യമായ പ്രീതി വെക്കണം. ഒന്നിനെ മാത്രം ഓർമ്മിക്കണം. 2. തന്റെ കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ച് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഡബിൾ അഹിംസകരായി മാറി മനുഷ്യനെ ദേവതയാക്കുന്നതിനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കണം. വരദാനം: വിജയിയായി മാറുന്നതിന്റെ ലഹരിയിലൂടെ സദാ ഹർഷിതമായി ഇരുന്നുകൊണ്ട് സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരാകുന്നവരായി ഭവിക്കട്ടെ. വിജയീ രത്നങ്ങളുടെ ഓർമ്മചിഹ്നമായാണ് ബാബയുടെ കഴുത്തിലെ മാലയ്ക്ക് ഇപ്പോൾ പൂജ ലഭിക്കുന്നത്. അതിനാൽ സദാ ഈ ലഹരി ഉണ്ടാകണം. നമ്മൾ ബാബയുടെ കഴുത്തിലെ മാലയാണ്. നമ്മൾ വിശ്വാധികാരിയുടെ മക്കളാണ്. നമ്മൾക്ക് എന്താണോ ലഭിച്ചത് അത് മറ്റാർക്കും ലഭിക്കുകയില്ല. ഈ ലഹരിയും സന്തോഷവും സ്ഥായിയായി നിൽക്കുകയാണെങ്കിൽ ഏത് പ്രകാരത്തിലുമുള്ള ആകർഷണങ്ങളിൽ നിന്നും ഉപരിയായി നിൽക്കാനാവും. ആരാണോ സദാ വിജയികൾ, അവർ സദാ ഹർഷിതരാകുകയും ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ മാത്രം ആകർഷിതരായി ഇരിക്കുകയും ചെയ്യും. സ്ലോഗൻ: ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ മുഴുകുക എന്നാൽ ഏകാന്തവാസിയാകുക എന്നാണ് അർത്ഥം. അവ്യക്ത സൂചന: സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരണം. ആത്മാക്കൾക്ക് മുക്തി നൽകണം. ഇപ്പോൾ എല്ലാവരും ചേർന്ന് പരസ്പരം ധൈര്യത്തോടെ ഈ സങ്കല്പങ്ങൾ എടുക്കണം. സങ്കല്പിക്കുന്ന കാര്യങ്ങളുടെ സ്മൃതി സ്വരൂപമായി മാറുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. എവിടെയാണോ ഐക്യവും ദൃഢതയുമുള്ളത് അവിടെ അസാധ്യമായതുപോലും സാധ്യമായി മാറുക തന്നെ ചെയ്യും. ഓം ശാന്തി.